സിനിമയുടെ വൺ ലൈൻ കേൾക്കുമ്പോൾ തന്നെ അത് തിയേറ്ററിൽ ഹിറ്റ് ആകുമോ ഫ്ലോപ്പ് ആകുമോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ അനുഭവ സമ്പത്തുള്ള സൂപ്പർ താരങ്ങളാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളത്. എന്നിട്ടും ചില ഡയറക്ടേഴ്സ് വന്ന് ഇത്രയും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്? ഇതിന്റെ പല പല റീസൺസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം വരുന്നത് പേപ്പർ വാല്യൂ കാരണമാണ്. ഡയറക്ടേഴ്സ് ഒന്ന് കഥ പറയുമ്പോൾ അത് കേൾക്കാൻ മരണമാശമായിരിക്കും. ഇപ്പൊ നമ്മുടെ ആറാട്ട് സിനിമ തന്നെ എടുത്തു നോക്ക്. വി ഉണ്ണികൃഷ്ണൻ വന്ന് കഥ പറയുമ്പോൾ ലാലേട്ടൻ വിചാരിച്ചു കാണും ഒരു ഗ്രാമത്തിലേക്ക് വമ്പമാസായ ഒരാൾ വരുന്നു, വില്ലന്മാരെ അടിച്ച് പറത്തുന്നു, ഒടുവിൽ പുള്ളി ഒരു സീക്രട്ട് ഏജന്റ് ആണെന്ന് അറിയുന്നു. പേപ്പറിൽ കേൾക്കുമ്പോൾ ഏതാപ്പാ ലുക്ക്, തിയേറ്റർ അങ്ങ് പൂരപ്പറമ്പാകുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് സ്ക്രീനിൽ വന്നപ്പോഴാണ് ഏതാണ് ഈ അപരാധം എന്ന് പ്രേക്ഷകർക്ക് തോന്നിയത്. അതായത് ഒരു വരി കേൾക്കുമ്പോഴുള്ള കൗതുകം 2.5 മണിക്കൂർ സിനിമയാകുമ്പോൾ ഉണ്ടാകില്ലെന്ന് ആരും അറിയുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇവരുടെ ഈ സ്റ്റാർഡം തന്നെയാണ്. താരങ്ങൾക്ക് വെറും ഒരു സാധാരണ കഥാപാത്രം ചെയ്താൽ പോരാ, അതിൽ ഫാൻസിന് വേണ്ട മാസ് ഘടകങ്ങളും ഉണ്ടായിരിക്കണമെന്ന് എഴുത്തുകാരന്മാർക്ക് വലിയ നിർബന്ധമാണ്. ഇപ്പോൾ ക്രിസ്റ്റഫർ സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്. കഥ കേൾക്കുമ്പോൾ മമ്മൂക്ക ആ സോഷ്യൽ മെസ്സേജ് കണ്ട് ഓക്കെ പറയും. പക്ഷെ ഡയറക്ടർ അതിലേക്ക് അനാവശ്യ ഫൈറ്റും ലാഗും വലിച്ചു വാരി തിരികെ കയറ്റുമ്പോൾ സിനിമയുടെ ആത്മാവങ്ങ് പോകും. അങ്ങനെ അവസാനം തിയേറ്ററിലെ വിഷ്വൽ കാണുമ്പോൾ മാത്രമാണ് ഇത് വലിയൊരു ബോംബായി എല്ലാവർക്കും മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു നല്ല വൺ ലൈൻ കേട്ടതുകൊണ്ട് മാത്രം അതൊരു നല്ല സിനിമയാകില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം പ്രൊജക്ട്സ്.